മലപ്പുറം വളാഞ്ചേരിയിൽ നിപ്പ ബാധിച്ചയാൾ രോഗമുക്തയായി. 2 സാമ്പിളുകൾ നെഗറ്റീവായെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. രോഗി വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കുന്നുണ്ട്. KR സാജു ചേരുന്നു. സാജു, വിവരങ്ങൾ. ധന്യ, മലപ്പുറം വളാഞ്ചേരിയിൽ നിപ്പ ബാധിച്ച സ്ത്രീയുടെ 2 സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ടും നെഗറ്റീവാണ്. ഇതോടുകൂടി സാങ്കേതികമായി അണുബാധ വിമുക്തയായി എന്ന നിലയിൽ പരിഗണിക്കാം എന്നാണ് ആരോഗ്യമന്ത്രി അറിയിക്കുന്നത്. അതായത് നിപ്പ രോഗത്തിൽ നിന്നും അവർ മുക്തയായിരിക്കുന്നു. ഇപ്പോൾ രോഗി വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റാൻ കഴിയും എന്നാണ് ഡോക്ടർമാർ കണക്കുകൂട്ടുന്നത്. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിലാണ് രോഗി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അവിടുത്തെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലെ ഡോക്ടർ ജിതേഷുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിച്ചിരുന്നു. ആരോഗ്യ സൂചകങ്ങൾ തുടർച്ചയായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസമായി രോഗി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസോച്ഛ്വാസം ചെയ്തിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും അന്തരീക്ഷ വായു തന്നെ ശ്വസിക്കുന്നുണ്ട്. ഒരു ശ്വസന സഹായിയുടെയും ആവശ്യമില്ല. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ അടിസ്ഥാന സൂചകങ്ങളെല്ലാം സാധാരണ നിലയിലാണ്. കരൾ, വൃക്കകൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രോഗി ബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും പതിയെ മെച്ചപ്പെടുന്നു എന്നാണ് ഡോക്ടർമാർ ആരോഗ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കണ്ണുകൾ ചലിപ്പിക്കുന്നുണ്ട്. 2 ദിവസങ്ങളായി താടിയെല്ലുകൾ ചലിപ്പിക്കുകയും വേദനയോട് ചെറിയ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് MRI പരിശോധനകളിൽ അണുബാധ കാരണം തലച്ചോറിലുണ്ടായ പരിക്കുകൾ ഭേദമായി വരുന്നതായി കാണുന്നുണ്ട് എന്നും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. അതായത് രോഗി നിപ്പ വൈറസിൽ നിന്നും മുക്തിയായിരിക്കുന്നു. പക്ഷേ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ കൂടി ഓവർകം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് ഡോക്ടർമാർ ഇപ്പോഴുള്ളത്. കൂടുതൽ വ്യാപനമില്ലാതെ അണുബാധ കെട്ടടങ്ങും എന്നാണ് കരുതുന്നത് എന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. ആദ്യ അണുബാധ കഴിഞ്ഞു ഒരു പൂർണ്ണമായ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ആദ്യ രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രകടമാക്കാൻ എടുക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന ആശ്വാസകരമായ കാര്യം കൂടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. ധന്യ.